ഹായ്. ഇപ്പൊ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് പേരുകളാണ് കാന്തപുരം ഉസ്താദും ശ്രീ മൃണാളും. മൃണാളിന്റെ ഹോട്ടലിനെ വിമർശിച്ച നല്ല വ്യൂസ് കിട്ടുമെന്ന് കേട്ടിട്ട് വന്നതൊന്നും അല്ല കേട്ടോ. ഞാൻ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് കൂടിയില്ല. പിന്നെ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അവരുടെ മീറ്റ് ഹാർഡ് ആവുന്നു എന്ന് കസ്റ്റമേഴ്സ് പറയുന്നുണ്ടെന്ന്. ഇതിന് കാരണമായി അദ്ദേഹം പറയുന്നത് റിഗർ മോർട്ടിസിനെ കുറിച്ചാണ്. ഈ പേര് കേട്ടാൽ തന്നെ കുറെ പേര് നിർത്തിപ്പോവും. ഇതുകൊണ്ടാണ് സാധാരണക്കാരന്റെ ഭാഷയിൽ ചിക്കൻ അറുത്ത് കഴിഞ്ഞ ശേഷവും ജീവനുണ്ട് എന്ന് മൂപ്പര് പറയുന്നത്. എന്താണ് റിഗർ മോർട്ടിസ് എന്ന് നോക്കിയാലോ. ഇനി റിഗർ മോർട്ടിസ് എന്ന് കേൾക്കാൻ ഇഷ്ടമല്ലെങ്കിൽ അറുത്ത കോഴിക്ക് ജീവൻ നൽകുന്ന ആ ഒരു കാര്യം എന്താണെന്ന് നോക്കിയാലോ. മൃഗമോ പക്ഷിയോ മരിച്ച ശേഷം അതിന്റെ ശരീരത്തിൽ പലവിധ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അത്തരത്തിലൊരു പ്രധാന മാറ്റമാണ് റിഗർ മോർട്ടിസ്. ജീവനുള്ളപ്പോൾ മസിലുകൾ അനക്കാനും സന്ധികൾ ചലിപ്പിക്കാനും ATPയുടെ നിർമ്മാണം സഹായിക്കുന്നു. ചിക്കൻ അറുത്ത ശേഷം ATPയുടെ നിർമ്മാണം നിന്നു പോകുന്നു. ഇത് മസിലുകൾ കട്ടിയുള്ളതാക്കുന്നു. ഇതാണ് റിഗർ മോർട്ടിസ്. ചിക്കനിൽ റിഗർ മോർട്ടിസ് സാധാരണയായി 2 മുതൽ 4 മണിക്കൂറിനുള്ളിൽ ആരംഭിക്കുന്നു. 6 മുതൽ 12 മണിക്കൂറിനുള്ളിൽ ഇത് പൂർണ്ണമായി കട്ടിയാകുന്നു. ഇതിനുശേഷം വീണ്ടും ഒരു 24 മണിക്കൂറിനുള്ളിൽ ചിക്കൻ വീണ്ടും മൃദുവാകുന്ന ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഇതാണ് റിഗർ പാസസ്. ചിക്കൻ റിഗർ മോർട്ടിസിന്റെ ഘട്ടത്തിൽ വെച്ച് പാചകം ചെയ്താൽ ചിക്കൻ കഴിക്കാൻ കനക്കുകയും രുചികെട്ടതാവുകയും ചെയ്യുന്നു. മാംസം പാചകം ചെയ്യാൻ ഉത്തമമാകുന്നത് റിഗർ മോർട്ടിസ് കഴിഞ്ഞ സമയമാണ്. നമ്മളെ മൃണാൾ ചേട്ടൻ പറയുന്നതും ഇതാണ്. അദ്ദേഹത്തിന്റെ കടയിൽ റിഗർ മോർട്ടിസ് സമയത്തുള്ള ചിക്കൻ ഉപയോഗിക്കേണ്ടി വരുന്നു, അതുകൊണ്ട് ഹാർഡായി പോകുന്നു എന്നാണ്. എന്നാൽ ഫ്രോസൺ ചിക്കൻ എന്ന് കേൾക്കുമ്പോൾ പലർക്കും പഴകിയ ചിക്കൻ എന്നാണ് മനസ്സിലാകുന്നത്. -18 ഡിഗ്രി സെൽഷ്യസിൽ സൂക്ഷിക്കുന്ന ഫ്രോസൺ ചിക്കനിൽ ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാവില്ല. അതൊരിക്കലും സോകോൾഡ് പഴകിയ ചിക്കൻ ഗണത്തിൽ വരില്ല. പക്ഷേ കൃത്യമായി താപനില മെയിൻറ്റെയിൻ ചെയ്ത് വൃത്തിയായി സൂക്ഷിക്കണമെന്ന് മാത്രം. അപ്പൊ നിങ്ങളുടെ വലിയൊരു തെറ്റിദ്ധാരണ മാറി എന്ന് വിശ്വസിക്കുന്നു. തർക്കിക്കാനുള്ളവർ കമന്റ് ബോക്സിൽ വരുമല്ലോ. അപ്പൊ ശരി, പിന്നെ പാക്കലാം.